നിങ്ങളുടെ ജീവിതത്തിലെ ഈ 7 ചിലവുകൾ നിങ്ങളെ ഒരിക്കലും സമ്പന്നനാക്കില്ല. മക്കളെ, നിങ്ങൾക്ക് സാലറി കുറവാണോ? അതോ പൈസ എങ്ങോട്ട് പോകുന്നു എന്നൊരു പിടിയുമില്ലാത്ത അവസ്ഥയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ? മാസാദ്യം സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി. സാലറി വന്നു, ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 10-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് മെല്ലെ പൈസ കുറഞ്ഞു തുടങ്ങും. അപ്പം നമുക്കൊരു ചെറിയ വിഷമം വരും. ഒരു 20-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് അക്കൗണ്ട് ഫുള്ള് കാലിയായി ആരിൽ നിന്നെങ്കിലും ഒക്കെ കടം വാങ്ങേണ്ടി വരുന്നൊരവസ്ഥ. ഓരോ മാസവും വിചാരിക്കും അടുത്ത മാസം ആകുമ്പോൾ ശരിയാവും, അടുത്ത മാസം ആകുമ്പോൾ ശരിയാവും. പക്ഷെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതായത് പൈസ ചെലവാക്കരുത് എന്നുള്ളതല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ദിവസേന നമ്മൾ ചെലവാക്കുന്ന 50 രൂപ, 100 രൂപ, 200 രൂപ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുകകൾ ചേർന്ന് ഒരു വലിയ തുക നിങ്ങളുടെ സാലറിയിൽ നിന്നും ചെലവായി പോകുന്നുണ്ട്, നിങ്ങൾ പോലും അറിയാതെ. ഞാൻ ഇതിൽ പറഞ്ഞു തരാൻ പോകുന്ന 7 കാര്യങ്ങളിൽ 3 കാര്യങ്ങൾ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ അതുപോലെയുള്ള മാറ്റങ്ങൾ വരും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ, ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. 365 ഡേയ്സ് ഓഫ് മോർണിംഗ് മോട്ടിവേഷൻ. രാവിലെ ഒരു ചൂട് കോഫിയുമായിട്ട് അല്ലെങ്കിൽ ചായയുമായിട്ട് നിങ്ങൾ വന്നിരിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 5:30 മണിക്ക് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആകുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഫിനാൻഷ്യൽ ഓഥറായിട്ടുള്ള ഡേവിഡ് ബാക്ക് പറയുന്ന ഒരു തിയറി ഉണ്ട്, ദ ലേറ്റ് ഫാക്ടർ. അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഒരു വ്യക്തി ദിവസേന ചെലവാക്കുന്ന ചെറിയ 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 തുകകൾ, അത് അദ്ദേഹം പോലും അറിയാതെ, ഇപ്പോൾ ഒരു വലിയ ടാങ്കിനെ ഒരു ചെറിയ ലീക്ക് കാലിയാക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തി ദിവസവും 100 രൂപ ഒരു കോഫി അല്ലെങ്കിൽ ഒരു സ്നാക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോപ്പിങ്ങിനായിട്ട് ചെലവാക്കുന്നു. അപ്പോൾ ഈ വ്യക്തി അറിഞ്ഞുകൊണ്ടല്ല ഇത് ചെലവാക്കുന്നത്. ഒരു ദിവസം 100 രൂപ വീതം ചെലവാക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ശീലം ഒരു മാസമായപ്പോഴത്തേക്ക് എത്രയായി? 3000 ആയി. അതൊരു വർഷമാകുമ്പോൾ 36,500 രൂപ ചെലവാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു കോഫി കുടിക്കുന്നതാണോ പ്രശ്നം, ഒരു സ്നാക്സ് കഴിക്കുന്നതാണോ പ്രശ്നം? അത് ദിവസേനയുള്ള ചെലവാകുമ്പോൾ ടോട്ടലി അതൊരു വലിയ എമൗണ്ടായി മാറുന്നുണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഈ 7 എക്സ്പെൻസസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തത് ഡെയിലി അൺപ്ലാൻഡ് സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ്. നമ്മൾ ദിവസേന സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സിനായിട്ട് ചെലവാക്കുന്ന പൈസ 50 രൂപ, 100 രൂപ, അത് വല്ലപ്പോഴും ആകുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അതൊരു ഡെയിലി ശീലമായി മാറുമ്പോൾ അതൊരു വലിയ തുകയായി മാറും. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഓൺലൈൻ ഷോപ്പിംഗ്. നിങ്ങൾ ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് 50% ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നത്. ഉടനെ നിങ്ങൾ അതിൻ്റെ പിറകെ പോകും. ഓഫ് നടക്കുന്നു, ലിമിറ്റഡ് ഓഫർ, ഇന്നത്തേക്ക് കൂടി മാത്രമേ ബാക്കിയുള്ളൂ, അപ്പോൾ ഇന്ന് മേടിച്ചില്ലെങ്കിൽ അത് തീർന്നു പോകും എന്നുള്ളൊരു ടെൻഷൻ വന്നിട്ട് ചിലപ്പോൾ നമുക്കത് വേണ്ടുന്ന സാധനം പോലും ആയിരിക്കില്ല. പക്ഷെ ഓഫർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷനാണ്. 2000 രൂപ ലാഭിക്കൂ എന്ന് കാണുമ്പോൾ നമ്മൾ 2000 രൂപ ലാഭിക്കാൻ വേണ്ടി 5000 രൂപയുടെ സാധനം വാങ്ങുന്നത് അവിടെ സേവിങ്സ് അല്ല, അനാവശ്യമായി വാങ്ങിക്കൂട്ടുന്നത് അനാവശ്യ ചെലവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഓഫറിൻ്റെ പിറകെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ആവശ്യമുള്ള സാധനങ്ങളാണോ എന്ന് നോക്കുക. പലരും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഫ്രീ അല്ലെങ്കിൽ ഓഫർ എന്നൊക്കെ കാണുമ്പോഴത്തേക്കും അത് ആവശ്യമുള്ളതാണോ എന്ന് പോലും നോക്കാതെ അതിന് പിറകെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊരു ചെറിയ കാര്യമാണെന്ന് നമുക്ക് തോന്നിയാലും ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അൺയൂസ്ഡ് സബ്സ്ക്രിപ്ഷൻസ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പലതും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടിട്ടുണ്ട്, പക്ഷേ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആകാം, പിന്നെ ഹോട്ട്സ്റ്റാർ ആകാം, അങ്ങനെയുള്ള പല സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നീട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ അക്കൗണ്ട് കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാം. ചില അൺവാണ്ടഡ് മെമ്പർഷിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ടാകാം, ചില വെബ്സൈറ്റിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻസ് എടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലും കാണില്ല, പക്ഷേ അത് നമ്മുടെ പണം കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്
ഷോ ഓഫ്. പലരുടെയും പ്രശ്നം, ഞാൻ ഭയങ്കര സമ്പന്നനാണ് അല്ലെങ്കിൽ സമ്പന്നയാണ് എന്ന് കാണിക്കാനായിട്ട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുക, ഒരുപാട് ആഭരണങ്ങൾ വാങ്ങുക, പൈസ ഇല്ലെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുക, വില കൂടിയ വാഹനങ്ങൾ വാങ്ങിയിടുക, ആഡംബര ബാഗുകൾ വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിച്ച് ആകാനായിട്ട് ഷോ ഓഫ് കാണിക്കുന്ന കാര്യങ്ങൾ നമ്മളെ സമ്പന്നനാക്കുന്നതിൽ നിന്നും തടയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, രേവതി എന്ന് പറയുന്ന പെൺകുട്ടി, അവൾക്ക് ആകെയുള്ള സാലറി എന്ന് പറയുന്നത് 20,000 റുപ്പീസാണ്. പക്ഷേ അവൾക്ക് ഭയങ്കര ലക്ഷറി ഇഷ്ടമാണ്. പക്ഷെ അവളുടെ സാലറി അതിനനുസരിച്ചില്ല. ഉള്ള സാലറിയിൽ നിൽക്കാതെ ഇവൾ എന്ത് ചെയ്യാണ്, ആഡംബരമായിട്ടുള്ള ബ്രാൻഡഡ് ബാഗുകൾ വാങ്ങിക്കുന്നു, EMI ഇട്ട് പല കാര്യങ്ങളും വാങ്ങിക്കുന്നു, പിന്നെ ഐഫോൺ വാങ്ങിക്കുന്നു. ആ ഒരു സാലറി കൊണ്ട് അവൾക്ക് അവളുടെ എല്ലാ മാസത്തെയും ചിലവുകൾ, EMIയും ചിലവുകളും കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അവൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കാൻ തുടങ്ങുന്നു, കടം പെരുകുന്നു, അവസാനം കടക്കെണിയിലാകുന്നു, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്? അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഷോ ഓഫുകളല്ല നമുക്ക് വേണ്ടത്. നമുക്കുള്ള സാമ്പത്തികത്തിനനുസരിച്ച് ചെലവാക്കാനായിട്ട് നമ്മൾ പഠിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറി വിത്തൗട്ട് പ്ലാനിങ്. അതായത് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വളരെയധികം മടി തോന്നുന്ന സമയത്ത്, വെറുതെ മെനക്കെടുന്നത് എന്തിനാ, ഫോൺ എടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് ഓർത്ത് ഫുഡ് ഓർഡർ ചെയ്യും. അതിൻ്റെ ഡെലിവറി ചാർജ്, എക്സ്ട്രാ ചാർജ് എല്ലാം ഒക്കെ ആയിട്ട് നല്ലൊരു തുക ആകും. അപ്പോൾ ഒരു ദിവസം ആ ഒരു സന്തോഷവും സുഖവും അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് കൊള്ളാനുള്ള പരിപാടി, ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, ഒരുപാട് മെനക്കേടാണ്, ഇന്നങ്ങ് ഓർഡർ ചെയ്യാം. അങ്ങനെ ഓരോ ദിവസവും ഇതൊരു ശീലമായി മാറുമ്പോൾ നമ്മൾ പോലും അറിയാതെ വലിയൊരു തുക അതിനുവേണ്ടി ചെലവാകുന്നുണ്ട്. ഇപ്പോഴത്തെ ആളുകളുടെ വലിയൊരു പ്രശ്നമാണ് പിന്നെ സ്മോൾ ഡെയിലി ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ചെറിയ എമൗണ്ട് ആണല്ലോ എന്ന് വിചാരിച്ച് സ്പെൻഡ് ചെയ്യും. നമ്മളൊരു വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ശീലമായി കഴിയുമ്പോൾ നമ്മുടെ ഒരുപാട് പൈസ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഗാംബ്ലിങ്ങിലേക്ക് പോകുകയല്ല, ഡിസിപ്ലിനോടെയുള്ള ഒരു ലൈഫ് മാത്രമേ, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവും ഒക്കെ പ്ലാൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു വലിയ സാമ്പത്തിക മെച്ചത്തിലേക്ക് എത്താനായിട്ട് പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഗാംബ്ലിങ്ങിലൂടെ പോയി പൈസ കളയുന്ന ശീലം നിർത്തുക. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സ്പെൻഡിങ് ആണ്. അതായത് ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ഷോപ്പിങ്ങിന് ഭയങ്കര വിഷമം, ഇരുന്നിട്ട് ശരിയാവുന്നില്ല, ഷോപ്പിങ്ങിന് പോകാമെന്നും പറഞ്ഞ് ഷോപ്പിങ്ങിന് പോയി ആവശ്യമില്ലാത്തതെല്ലാം കൂടെ വാങ്ങിച്ചു കൂട്ടുക. അതായത് ദുഃഖം മറക്കാനായിട്ട് ആ സമയത്ത് എന്ത് ചെയ്യണം, ഷോപ്പിങ്ങിന് പോവാണ്. താൽക്കാലികമായിട്ട് സന്തോഷം കിട്ടുമെങ്കിൽ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് ആണെങ്കിൽ പിന്നീട് അത് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും. അതുപോലെ തന്നെ ചിലർ ബോറടിക്കുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഫോൺ എടുത്തിട്ട് ഓൺലൈൻ ഷോപ്പ് ചെയ്യുക. ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ്, നല്ല ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ക്രോക്കറി ഐറ്റംസ്, അങ്ങനെ പല കാര്യങ്ങളും വാങ്ങിച്ചു കൂട്ടി ആ ഒരു ഇമോഷൻ അനുസരിച്ച് ബോറടി മാറ്റാനായിട്ട് ഓൺലൈൻ കയറിയുള്ള ഷോപ്പിംഗ്. അതുപോലെ ചിലർക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കണം, സ്ട്രെസ്സ് മാറ്റാനായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയും. അതായത് ആ ഫുഡ് കഴിച്ചാലേ ആ സ്ട്രെസ്സ് മാറുള്ളൂ എന്നുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഇമോഷൻ അനുസരിച്ച് പൈസ ചെലവാക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഇതെല്ലാം നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ 7 ശീലങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 7 ശീലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ അനാവശ്യമായി ഞാൻ പണം ചെലവാക്കുന്നുണ്ടോ? നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ രൂപയും നമുക്ക് അത്രയും വാല്യുബിൾ ആണ് അല്ലേ? അതിങ്ങനെ വെറുതെ ചെലവാക്കി കളയാനുള്ളതല്ല. നമ്മൾ അതിനനുസരിച്ച് നമുക്കതിനൊരു മൂല്യം ഉണ്ടാകണം. ചിലരാണെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ആന കരിമ്പും കാട്ടി കയറിയ അവസ്ഥയാണ്. കാണുന്ന സാധനങ്ങൾ മൊത്തം പറക്കിയിടും. ചിലപ്പോൾ ഞാനിതുപോലെ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സാധനങ്ങളെല്ലാം എടുക്കും. എന്നിട്ട് അവസാനം ബില്ലടിക്കുന്നിടത്ത് വന്നു നിന്ന് ദൈവമേ ബില്ല് കൂടല്ലേ, ചിലപ്പോൾ 5000 രൂപയുടെയൊക്കെ ബില്ല് വരും. പിന്നെ എപ്പോഴും അത് ഓർത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഈ വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ പിന്നീട് അവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അത് അവിടെ അങ്ങനെ ഇരിപ്പുണ്ട്, അവർ ഉപയോഗിച്ചു പോലും കാണില്ല.
പല സാധനങ്ങളും അവർക്ക് വേണ്ട, പക്ഷെ കാണുമ്പോൾ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഇവർക്ക് വലിയ പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. നമുക്ക് ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ ആവശ്യം വരാം. ഇപ്പോൾ നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളോട് ആവശ്യപ്പെടാം, അമ്മ എനിക്ക് ഈ കോഴ്സ് പഠിക്കണം. ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കി പഠിക്കേണ്ട കോഴ്സായിരിക്കും. അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള വിഷമം നമുക്കുണ്ടാക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പേരൻസിന് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് എമർജൻസി ആയിട്ട് കുറച്ച് ഫണ്ട് വേണ്ടി വരും. പല സാഹചര്യങ്ങളിലും ഇതുപോലെ കയ്യിൽ പൈസ ഇല്ലാതെ വിഷമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചെലവാക്കി കളയണ്ട അതായത് പൈസ ചെലവാക്കണ്ട എന്നുള്ളതല്ല ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അനാവശ്യമായി നമ്മൾ ചെലവാക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്ന് ടീച്ചർമ്മ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്ന മക്കളെ, ബുക്ക് എടുത്തിട്ട് ഇനി മുതൽ അടുത്ത ഒരു ആഴ്ചത്തേക്ക് നിങ്ങൾ ദിവസേനയുള്ള ചെലവുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കും. 20 രൂപ ഇന്നതിന് ചിലവാക്കി, 50 രൂപ ഇന്നതിന് ചിലവാക്കി, 100 രൂപ ഇന്നതിന് ചിലവാക്കി. ഓരോ ദിവസവുമുള്ള ചെലവുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കും. ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ നോക്കുക, അനാവശ്യമായി ഈ ഒരു ചെലവ് നീഡാണോ വോണ്ടാണോ എന്ന് നോക്കുക. അനാവശ്യമായി എവിടെയൊക്കെയാണ് പൈസ ലീക്ക് ആകുന്നത് എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ ഒരു മാസം തുടരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, യെസ്, ഞാൻ അനാവശ്യമായിട്ട് കുറേയധികം പൈസ ചെലവാക്കി കളയുന്നുണ്ട്. നമ്മൾ ആ പൈസയെ സേവിങ്സിലേക്ക് മാറ്റുക. കാര്യം ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ സേവിങ്സ് ഉണ്ടായിരിക്കണം. അടുത്തൊരു 6 മാസമെങ്കിലും നമുക്ക് ചിലപ്പോൾ പെട്ടെന്നൊരു ജോലി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ സേവിങ്സിലുള്ള പൈസ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആവശ്യത്തിന് ചെലവാക്കാം, അനാവശ്യത്തിനുള്ള ചെലവാക്കലുകൾ ഒഴിവാക്കാം. മറ്റുള്ളവരെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കി കടക്കണിയിൽ പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ മക്കളും പൈസ സൂക്ഷിച്ചുപയോഗിക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, എപ്പോഴും നല്ല സന്തോഷമായിരിക്കുക, മുഖത്ത് എപ്പോഴും നല്ലൊരു പുഞ്ചിരി ഉണ്ടാകണം. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. അപ്പോൾ എപ്പോഴും അഫർമേഷനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ, മൈ ലൈഫ് ഈസ് എ സെലിബ്രേഷൻ. ടീച്ചർമ്മ ഓരോ വീഡിയോസിലൂടെയും ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ലൈഫിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരുപാട് 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 നന്ദി മക്കളെ. വാക്കുകൾ കൊണ്ട് പറഞ്ഞെത്തിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനുള്ള ആ ഒരു എന്താ പറയുക സ്നേഹം, നിങ്ങൾ തരുന്ന സ്നേഹം ഇൻറ്റു 100 ഇരട്ടി ടീച്ചർമ്മ നിങ്ങൾക്കും തരുന്നു. ലവ് യു മക്കളെ, ബ്ലെസ്സിങ്സ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.